ഹലോ അലിയാരിബ്രാസ് മെലാറ്റോർ. ഇത് ഈ വീഡിയോയുടെ അടിസ്ഥാനപരമായ ഒരു ആശയം നമ്മൾ ഗവൺമെൻറ് സർവീസിൽ ചെയ്യുന്ന സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ഒരു ഡോക്ടറെ ഒരു ഹോസ്പിറ്റലിൻ്റെ സ്കാനിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചു. അതാണ് ഈ വീഡിയോയുടെ അടിസ്ഥാനം. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇന്ന് സർജറി ഡിപ്പാർട്ട്മെന്റിലെ സാറായ ഞാൻ ചോദിക്കുകയാണ് ഒരു ചോദ്യം. ഈസ് ഇറ്റ് എ നീഡ്ഫുൾ ഇൻ ദിസ് ടൗൺ? ഈ ടൗണിൽ ഇനിയൊരു സ്കാനിങ് മെഷീനിന്റെ ആവശ്യമുണ്ടോ? വളരെ പ്രസക്തമാണ്. ഒരു ഹോസ്പിറ്റൽ ടൗണിൽ 2 സ്കാനിങ് മെഷീനിന്റെ ആവശ്യകതയുള്ളൂ എങ്കിൽ ആ സ്ഥാനത്തോട്ട് 10 സ്കാനിങ് മെഷീൻ വന്നാൽ എന്താണ് റിയലി സംഭവിക്കുന്നത്? മാത്രമല്ല, ഈ സ്കാനിങ് മെഷീൻ കാശുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ഫിനാൻഷ്യൽ സ്ഥാപനത്തിനെ ആശ്രയിച്ച് ലോണിലാണ് ഈ സാധനം എടുക്കുന്നത്. അപ്പോൾ ഈ ലോണിന്റെ EMI പെട്ടെന്ന് തെണ്ടാനുള്ള മാർഗം, ആ ലോണിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് അടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മോർ പേഷ്യൻസ് ഹാസ് ടു ബി റെഫർ ഫോർ ദ സ്കാനിങ്. കൂടുതൽ രോഗികളെ നമ്മൾ സ്കാനിങ് സെന്ററിലോട്ട് അയക്കേണ്ടതായിട്ട് വരും. അപ്പോ അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആവശ്യം ഉള്ളതിനും അത്യാവശ്യമുള്ളതിനും, അനാവശ്യം എന്ന് ഞാൻ പറയുന്നില്ല, ആവശ്യമുള്ളവനും ആവശ്യമില്ലാത്തവനും സ്കാനിങ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഇറ്റ് ഹാംഫുൾ ഫോർ ദ പബ്ലിക്. ഇത് പബ്ലിക്സിന് ദോഷമായിട്ട് വരും, പേഷ്യൻസിന് അത് അഡീഷണൽ ബർഡൻ ആയിട്ട് വരും. അപ്പൊ അതുകൊണ്ട് ആ ഡോക്ടറെ ഞാൻ റെസ്പെക്ട് ചെയ്യാണ്. സൊല്യൂട്ട് സാർ, യുവർ വ്യൂ ഈസ് വെരി കറക്റ്റ്. കാരണം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൂടുന്നതിനനുസരിച്ച്, അനാവശ്യമായി കൂടുന്നതിനനുസരിച്ച് പേഷ്യൻസിന്റെ പേഷ്യൻസിന്റെ ഉപയോഗം, ആവശ്യമില്ലതിനും ഇല്ലാത്തതിനും ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം, ഒരു ടെൻഡൻസി വളർന്നു വരും. ഇത് ശരിയല്ല. അപ്പോൾ ഈ ഒരു പോയിന്റ് മനസ്സിലാക്കുകയാണ്. ഇന്ന് നിലവിലുള്ള അത്ര ഫുൾ ബോഡി സ്കാൻ ഇമേജിംഗ് നമുക്ക് വേണോ വേണ്ടയോ? നിങ്ങൾ പറയൂ. യെസ്, ഐ എം ഡോക്ടർ അലി, അലിയരിബ്രാസ് dentalclinic.com. Thank you.